കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 9ാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിനോടനുബന്ധിച്ച വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ ലഭ്യമാകുന്നതുപോലെ അന്നാട്ടിലെ പൗരന്മാർക്കും അതാത് പഞ്ചായത്തുകളിൽ സ്കൂളിനോടനുബന്ധിച്ചുള്ള വായനശാലകളിൽ നിന്നും പുസ്തകങ്ങൾ എടുക്കാവുന്ന സൗകര്യം ചെറുത്തു കൊടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിലധികം വായനശാലകൾ ഈ 21ാം നൂറ്റാണ്ടിൽ തുറന്നു വെച്ച് മിക്കവാറും പുസ്തകങ്ങൾ കൃത്യമായ പരിപാലനമില്ലാതെ നശിക്കുവാൻ ഇടയാക്കാതിരിക്കുക എന്നത് തന്നെയാണ് ശരിയായ മാർഗവും. അതുവഴി പുസ്തകങ്ങൾക്ക് അനുവദിക്കുന്ന ഗ്രാൻഡ് ഇനത്തിൽ നമ്മുടെ സംസ്ഥാനം ചെലവഴിക്കുന്ന ഭാരിച്ച ചെലവിനങ്ങളുടെ കാര്യത്തിലും പരിഹാരം ആകുന്നതാണ്. ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഏതേത് പുസ്തകങ്ങളാണ് അതത് ലൈബ്രറിയിലുള്ളതെന്നും അതത് സമയങ്ങളിൽ ലഭ്യമാകുന്നതെന്നും വായനക്കാരൻ ലഭ്യമാക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതും വളരെ പ്രധാനമാണ്. വായനക്കാരൻ്റെ താമസയിടങ്ങളിലേക്ക് പുസ്തകങ്ങൾ ഒരു പോസ്റ്റ്മാനെ പോലെ എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഒരുക്കുക എന്നതും പുതിയ വായനയിടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഏറെ പ്രയോജനപ്പെടുന്നത് ആയിരിക്കും. ഇവിടെയെല്ലാം പുസ്തകങ്ങളോട് അവഗണന അവസാനിപ്പിക്കാനും പുസ്തകങ്ങളുടെ പേരിൽ ചെലവാക്കുന്ന കൂടുതൽ ഇടങ്ങളുടെ സ്ഥലം ലാഭിക്കാനും കഴിയുന്നു. അതിൻ്റെ പേരിൽ നമ്മുടെ ഖജനാവിന് ലൈബ്രറി ഗ്രാൻഡ് എന്ന പേരിൽ വന്നു ചേരുന്ന കൂടുതൽ ചിലവിനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന പുസ്തകത്തിൻ്റെ 9ാം പേജ് അവസാനിപ്പിക്കുകയാണ്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നന്ദി.